സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് അവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് ജോയിൻ ചെയ്യുക. അതുപോലെ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക. ഓൾറൈറ്റ്, നമുക്കപ്പോൾ ഇന്നത്തെ ഡാറ്റ നോക്കാം. ഇന്ന് 2023 ജൂലൈ 24 തിങ്കളാഴ്ച, ഒരാഴ്ചയുടെ തുടക്കമാണ്. ഈ മാസത്തെ എക്സ്പയറി വീക്കാണിത്. അപ്പോൾ നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഇപ്പോൾ എന്താ പറയുക, നെസ്ഡാക്ക് ഇതുവരെ ഡാറ്റ അപ്ഡേറ്റഡ് ആയിട്ടില്ല. ബാക്കി ഓപ്പണായ മാർക്കറ്റ് എല്ലാം തന്നെ, ഇൻഡെക്സുകളെല്ലാം തന്നെ ഗ്രീനിലാണ്. US മാർക്കറ്റ് ഗ്രീനിലാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റ് റെഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബെയറിഷ് ആയിട്ടാണ്, ഇൻട്രാഡേയിൽ ബെയറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ്. നിഫ്റ്റി ആണെങ്കിൽ 8 പോയിന്റ് ഗ്രീനിലാണ് ഇപ്പോൾ ഉള്ളത്. ദെൻ സ്ട്രൈറ്റ് ടൈംസ് ആണ് 13 പോയിന്റ് റെഡിലാണ്. ഹാങ്സങ് 400 പോയിന്റ് റെഡിലാണ്. കുറച്ച് ഒരു സമ്മിശ്ര പ്രതികരണം, പകുതി ഗ്രീനാണ് പകുതി റെഡും ആണ് ഏഷ്യ മാർക്കറ്റിൽ. സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ REC ലിമിറ്റഡ്, PFC, ICIC പ്രൂലി ഇത്രയും സ്റ്റോക്കുകൾ 2% കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയപ്പോൾ വേദാന്ത ലിമിറ്റഡ്, ടെക് മഹീന്ദ്ര, ശ്രീറാം ഫിനാൻസ്, കൊട്ടക് ബാങ്ക്, ITC, AU ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ 2% കൂടുതൽ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, REC ലിമിറ്റഡ് 6.67% പ്രോഫിറ്റാണ് ഉണ്ടാക്കിയത്. അതേസമയത്ത് ഇവിടെ ITC 4.3% ലോസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 9,719 കോടിയുടെ ബൈങ്ങും 9,802 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 83 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് അവർ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 8,656 കോടിയുടെ ബൈങ്ങും 7,721 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 935 കോടിയുടെ ബൈങ് ആണ് അവരുടെ സൈഡിൽ നിന്ന് കാഴ്ചവെച്ചത്. ഇന്ന് ഒരു പ്രത്യേക രീതിയിലാണ് പോയിരിക്കുന്നത്. കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പണം പമ്പ് ചെയ്തിട്ട് മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 852 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പുട്ട് കോൾ റേഷ്യോ, നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ 0.91 ഉണ്ടായിരുന്നത് വീണ്ടും താഴോട്ട് പോയിട്ടുണ്ട്, 0.82 ആയിട്ടുണ്ട്. ഇപ്പോൾ ന്യൂട്രൽ എന്നൊരു സ്റ്റാറ്റസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 19,672 സ്പോട്ട് ട്രേഡിംഗ് നടക്കുമ്പോൾ അവിടുന്ന് കേവലം 10 പോയിന്റ് മാത്രം മുകളിലായിട്ട് 19,682 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഈ ഡിഫറൻസ് കുറയാനുള്ള കാരണം എക്സ്പയറി വളരെ അടുത്താണ്, 27 എക്സ്പയറി. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 1.07 ഉണ്ടായിരുന്നു കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ, അത് 0.9 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. 45,923 സ്പോട്ട് ട്രേഡിംഗ് നടക്കുമ്പോൾ അവിടെ നിന്ന് കേവലം 65 പോയിന്റ് മുകളിലായിട്ട് 45,988 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. സെക്ടറൽ ഇൻഡൈസസ് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി ആൽഫ, ഫാർമ, CPSE, ഓട്ടോ, മിഡ് ക്യാപ്പ്, PSU ബാങ്ക്, ഇൻഫ്ര ഇത്രയും സെക്ടറുകൾ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നിഫ്റ്റി, മീഡിയ, കമ്മോഡിറ്റീസ് ഇതൊക്കെ തന്നെ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ L&T നാളെയാണ്, ഏഷ്യൻ പെയിൻറ്റ്സ്, ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ ലിമിറ്റഡ്, SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ജൂബിലന്റ് ഫുഡ് വർക്ക്സ്, KPIT ടെക്നോളജീസ്, സുസ്ലോൺ എനർജി, ഡിക്സൺ ടെക്നോളജീസ്, ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ്, DVR ഓർഡിനറി, ഹിറ്റാച്ചി എനർജി, CN ലിമിറ്റഡ്, UTI അസറ്റ് മാനേജ്മെന്റ്, TVS ഹോൾഡിംഗ്സ് ലിമിറ്റഡ്, സീറ്റ് ലിമിറ്റഡ്, ജ്യോതി ലാബ്സ്, ആംപർ എന്റർപ്രൈസസ്, മഹീന്ദ്ര ഹോളിഡേയ്സ്, ത്രിവേണി എഞ്ചിനീയറിംഗ്, ഡെൽറ്റ കോർപ്പ്, പ്രൂഡന്റ് കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസസ്, മാൻ ഇൻഫ്ര കൺസ്ട്രക്ഷൻ ലിമിറ്റഡ്, AGI ഗ്രീൻ പാക്ക് ലിമിറ്റഡ്, ഷെയർ ഇന്ത്യ സെക്യൂരിറ്റീസ് ലിമിറ്റഡ്, ടിപ്സ് ഇന്ത്യ ലിമിറ്റഡ്, ഇൻഡോകോ റെമഡീസ് ലിമിറ്റഡ്, അപ്പോളോ പൈപ്സ് ലിമിറ്റഡ്, രത്തൻ ഇന്ത്യ പവർ ലിമിറ്റഡ്, Aurion Pro Solutions, Greenply Industries, Udaipur Cement Works, John Cockerill India Limited, Alicon Costalloy Limited, Ajmera Reality and Infra, Danpur Bio Organics, Ultramarine and Pigment Limited, Hugh Batch Colorants India Limited, Orient Bell Limited, International Travel House, Rane Engine Valve Limited, Indochem Limited, Pill Italica Lifestyle Limited, Intense Technologies, Lovable Linkery International, Combustion India Limited, Redix Industries Limited, Prerna Infra Build Limited, BSEL, RSS Software, the Grove Tea Company, Asset C Mehta Financial Services, Integrated Technologies
ഇങ്ങനെ നിരവധി കമ്പനികളാണ് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. ഞാൻ മൊത്തം കമ്പനികൾ വായിക്കാൻ നിന്നാൽ ഒരുപാട് സമയം അതിനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം ഞാൻ വായിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കും. നമുക്ക് കോർപ്പറേറ്റ് ആക്ഷൻസ് നോക്കാം. ജൂലൈ 31 തിങ്കളാഴ്ച, അതായത് അടുത്ത തിങ്കളാഴ്ച കോർപ്പറേറ്റ് ആക്ഷൻസ് വരാനുള്ള കമ്പനികൾ നോക്കാണ്. അക്ഷർ സ്പിൻടെക്സ് അവരുടെ സ്പ്ലിറ്റ് ആവുകയാണ്. 1-10 അവർ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ബ്രിഗേഡ് എന്റർപ്രൈസസ് 2 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നു. EIH അസോസിയേറ്റഡ് ഹോട്ടൽസ് 5 രൂപ പെർ ഷെയർ. ഫയർകം ഓർഗാനിക്സ് 7 രൂപ 50 പൈസ പെർ ഷെയർ. ഇഗാരാഷി മോട്ടോഴ്സ് ലിമിറ്റഡ് 1 രൂപ പെർ ഷെയർ. ജിന്താൾ വേൾഡ് വൈഡ് 20 പൈസ പെർ ഷെയർ. വോൾട്ടാം ട്രാൻസ്ഫോമേഴ്സ് 20 രൂപ പെർ ഷെയർ. വോൾട്ടാം ട്രാൻസ്ഫോമേഴ്സിന്റെ ഒരു സ്പെഷ്യൽ ഡിവിഡൻഡ് 20 രൂപ, ഫൈനൽ ഡിവിഡൻഡ് 40 രൂപ പെർ ഷെയർ ആണ് കൊടുക്കുന്നത്. VRL ടെക്നോളജീസ് 5 രൂപ പെർ ഷെയർ. ഇത്രയും കോർപ്പറേറ്റ് ആക്ഷൻസ് ആണ് 31-ാം തീയതി വരുന്നത്. നാളെ വരാനുള്ള വേൾഡ് വൈഡ് മേജർ ഇവന്റ്സ് നോക്കുകയാണെങ്കിൽ ജർമ്മൻ ബിസിനസ് എക്സ്പെക്ടേഷൻസ്, ജർമ്മൻ കറന്റ് അസസ്മെന്റ്, ജർമ്മൻ ഇൻഫോ ബിസിനസ് ക്ലൈമറ്റ്, UK CPI ഇൻഡസ്ട്രിയൽ ട്രെൻഡ്സ് ഓർഡേഴ്സ്, US S&P ആൻഡ് CSHPI കമ്പോസിറ്റ് 20 NSA, US CB കൺസ്യൂമർ കോൺഫിഡൻസ്, US 5-year നോട്ട് ഓപ്ഷൻ. ഇത്രയും ഇവന്റുകളാണ് നാളെ മാർക്കറ്റിനെ സ്വാധീനിക്കാനുള്ളത്. പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,745 നിന്ന് 3 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 19,748 ഇന്ന് ആരംഭിച്ചു. 19,782 ഡേ ഹൈയും 19,658 ഡേ ലോയും വന്നത് വഴി 124 പോയിന്റിന്, അഥവാ 0.63% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,748 നിന്നും 76 പോയിന്റ് താഴെയായിട്ട് 19,682 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 73 പോയിന്റ് താഴെയായിട്ട്. സെൻസെക്സ് ഇന്നലെ അവസാനിച്ച് 66,684 നിന്ന് 55 പോയിന്റ് താഴെയായിട്ട്, അല്ലെങ്കിൽ ഗ്യാപ് ഡൗണിൽ 66,629 ഇന്ന് ആരംഭിച്ചു. 66,808 ഡേ ഹൈയും 66,326 ഡേ ലോയും വന്ന വഴി 482 പോയിന്റിന്റെ, അഥവാ 0.72% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 66,629 നിന്ന് 244 പോയിന്റ് താഴെയായിട്ട് 66,384 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 299 പോയിന്റ് താഴെയായിട്ടാണ് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഇന്നലെ ഉണ്ടായിരുന്നതിൽ നിന്നും 1.39% വൊളാറ്റിലിറ്റി വർദ്ധിച്ചുകൊണ്ട് 11.65 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 46,075 നിന്ന് 57 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 46,131 ഇന്ന് ആരംഭിച്ചത്. 46,191 ഡേ ഹൈയും 45,858 ഡേ ലോയും വന്നതുവഴി 333 പോയിന്റ്, അഥവാ 0.72% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 46,131 നിന്ന് 209 പോയിന്റ് താഴെയായിട്ട് 45,923 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 152 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച് 20,534 നിന്നും 40 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 20,574 ഇന്ന് ഓപ്പൺ ആയത്. 20,611 വരെ ഹൈ പോയി 20,471 ലോയും വന്നത് വഴി 140 പോയിന്റിന്റെ, അഥവാ 0.68% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 20,574 നിന്ന് 71 പോയിന്റ് താഴെയായിട്ട് 20,502 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 32 പോയിന്റ് താഴെയായിട്ടാണ് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് എക്സ് ഇന്നലെ അവസാനിച്ച് 52,122 നിന്ന് 83 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 52,206 ഇന്ന് ആരംഭിച്ചു. 52,206 തന്നെ ഡേ ഹൈയും 51,757 ഡേ ലോയും വന്നത് വഴി 449 പോയിന്റിന്റെ, അഥവാ 0.86% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 52,206 നിന്ന് 369 പോയിന്റ് താഴെയായിട്ട് 51,836 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗ് നിന്ന് 286 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഓവറോൾ മാർക്കറ്റ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ അതിൻ്റെ ഒരു താഴോട്ടുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് മാർക്കറ്റിന് ഇവിടെ വരെ വന്ന് ടച്ച് ചെയ്തിട്ട് ഇവിടെ നിന്ന് വേണം തിരിച്ച് പൊങ്ങുന്നുണ്ടെങ്കിൽ പൊങ്ങാൻ, അല്ലെങ്കിൽ ഫർദർ ഫോൾ ആണെങ്കിൽ അവിടെ നിന്ന് വേണം അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. 19,564 കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വളരെ ആക്യുറേറ്റ് ആയിട്ട് വന്ന ഒരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ വരെ മാർക്കറ്റ് തിരിച്ചിറങ്ങിയിട്ട് ഒന്നുകിൽ തിരിച്ച് മുകളിലോട്ട് തന്നെ വന്നേക്കാം, അല്ലെങ്കിൽ ഒരു ഫർദർ ഫോള് 19,330 പോയേക്കാം. എന്തായാലും മാർക്കറ്റിനെ കുറിച്ച് ഇന്ന് ഒത്തിരി പറയാനില്ല. കാരണം മാർക്കറ്റ് അതിൻ്റെ ഒരു നിഫ്റ്റി ആണെങ്കിൽ താഴോട്ടാണ്. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും അതിൻ്റെ താഴോട്ടുള്ള യാത്ര കൺഫേം ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതൊരു പ്രത്യേക രീതിയിലാണ് കയറി വന്നത്. മാർക്കറ്റ് ഇവിടെ വന്നു, ഒരു താഴോട്ടിറങ്ങി,
പിന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ചെറിയൊരു പുൾ ബാക്ക് എടുത്തു, വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇനി ഒരു ചെറിയൊരു പുൾ ബാക്ക് എടുത്ത് വീണ്ടും ഫർദർ മുകളിലോട്ടുണ്ടാവുമോ അല്ല താഴോട്ടുണ്ടാവുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു ഡോജിയാണ് ഇന്നലെ നമുക്ക് തന്നിരിക്കുന്നത്. എന്തായാലും ഫർദർ ചെറിയൊരു താഴോട്ട് ഉള്ള ഒരു യാത്ര ഉണ്ടാവും നാളെ. അത് കഴിഞ്ഞിട്ട് മറ്റന്നാളോ പിറ്റേ ദിവസമോ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ചിലപ്പോൾ ഫർദർ മുകളിലോട്ട് തന്നെ പൊങ്ങി കൂടായികയില്ല. നിഫ്റ്റിയിലും അതേ ഒരു സംഭവം തന്നെയാണ് നമ്മൾ കണ്ടത്. നിഫ്റ്റിയിൽ അധികം ദൂരം താഴോട്ട് പോകാനില്ലാണ്ടില്ല. ഇത് ഈ ഒരു 564 സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് പൊങ്ങണം. അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് രണ്ട് കൂട്ടരും കൂടി അവിടെ തീരുമാനിക്കും മുകളിലോട്ട് പോകുന്നു താഴോട്ട് പോകുന്നു എന്നുള്ളത്. ഇനി ഫിൻ നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റിയുടെ അതേ രീതിയിലാണ് ഇവിടെ ഒരു സിഗ്നൽ തന്നിരിക്കുന്നത്. ഫിൻ നിഫ്റ്റിയിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഇവരുടെ ഡബിൾ ടോപ്പിൻ്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ഇവിടെ വന്നു. ഇനി ഫർദർ താഴോട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ വരെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെ, അതായത് നമ്മുടെ നോട്രേറ്റ് സോണിൻ്റെയും താഴെ 19,464 വരെയൊക്കെ ഉള്ള ഒരു ലെവൽ വരെയൊക്കെ ചിലപ്പോൾ മാർക്കറ്റ് ഇറങ്ങി വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് ഫസ്റ്റ് കൺഫേം ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ എങ്കിലും കട്ട് ചെയ്തിട്ട് നമുക്കൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ മാത്രമേ മാർക്കറ്റ് താഴോട്ട് വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഇനി സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സും നിഫ്റ്റിയെ പോലെ തന്നെ താഴോട്ടുള്ള യാത്ര ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടുള്ളത് 65,948 സോ ഇത് ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ തീരുമാനമാവും. ഒന്നുകിൽ മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ട്, രണ്ടിലേതായാലും ഈ ഒരു സ്ഥലം എത്തുന്നത് വരെയും നമുക്ക് കാത്തിരിക്കാം. ഒരു തുടർച്ചയായ താഴോട്ടുള്ള ഒരു പോക്ക് ഉണ്ടാവുമോ എന്നുള്ളത് സാധ്യത കുറവാണ്. കാരണം മാർക്കറ്റ് ഓവറോൾ വരുമ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ മാർക്കറ്റ് നല്ല രീതിയിൽ തിരിച്ച് ഒന്നുകൂടി മുകളിലോട്ട് കയറാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഒരു കാര്യങ്ങളും നമ്മൾ മുൻവിധിയോടുകൂടി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് ഒരിക്കലും ശരിയാവില്ല. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊരു ഫൈനൽ ടാർഗറ്റ് 8,500 വരെ വന്നേക്കാം എന്നുള്ളത്. പക്ഷേ അതിന് മുമ്പേ ആയിട്ട് തന്നെ ഇവിടെ ഈ ഫസ്റ്റ് ടാർഗറ്റ് 8,470 ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചിറങ്ങുകയാണ്. മിഡ് ക്യാപ്പ് നിഫ്റ്റി, അതായത് നിഫ്റ്റി മിഡ് ക്യാപ്പ് സെലക്ട് എന്ന് പറയുന്ന ഇൻഡെക്സ്. ഇനി ബാങ്ക് എക്സ് ആണെങ്കിൽ അതിൻ്റെ മന്ത്ലി ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് അവിടെ തന്നെ നിന്ന് താഴോട്ടും മുകളിലോട്ടും വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് ഞാൻ ലെവൽസ് ഇതിനകത്ത് പ്രത്യേകം ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഇന്ന് മാർക്കറ്റിൽ എനിക്കത് അനലൈസ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. സോ ഞാൻ ഇന്ന് ട്രേഡിങ്ങിലും ഞാൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടും ആ മാർക്കറ്റിലെ ഓരോ മൂവ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ലൈവായിട്ട് കണ്ടിരിക്കണം. അതുകൊണ്ട് എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റിയിട്ടില്ല. നാളെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. അപ്പം ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറിയിൽ എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യണം എന്ന് നോക്കാം. ഫിൻ നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 20,500 റേഞ്ചിലാണ്. അപ്പോൾ നമ്മുടെ മന്ത്ലി ലെവൽസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫിൻ നിഫ്റ്റിയിൽ 20,500 20,432 റേഞ്ചിൽ വളരെ നല്ല ഒരു സപ്പോർട്ടാണ് അവിടെ ഉള്ളത്. സോ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഇന്നിപ്പോൾ 20,500 താഴെ പോയിട്ട് പെട്ടെന്ന് തന്നെ നല്ല സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. സോ നാളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് CPRൻ്റെ മുകളിലാണ് ഓപ്പണിംഗ് വരുന്നതെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി നാളെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനൊരു സാധ്യതയുണ്ട്. ഇനി ഇൻ കേസ് ഈ 20,500 കട്ട് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ 20,380 370 റേഞ്ച് വരെയും മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. 432 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമെങ്കിലും അവിടെ നിന്ന് സപ്പോർട്ട് കിട്ടിയില്ല, ഗ്രിപ്പ് കിട്ടാതെ തിരിച്ചിറങ്ങുകയാണെങ്കിൽ 380 വരെയും മാർക്കറ്റ് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണുന്നത്. എന്തായാലും നാളെ താഴോട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇന്നത്തേതിൻ്റെക്കാൾ താഴെ, ഇന്നത്തെ ലോയുടെ താഴെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരികയാണെങ്കിലാണ് നാളെ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങാനുള്ള ഒരു സാധ്യതയുള്ളത്. അതായത് ഇന്നത്തെ ലോ എന്ന് പറഞ്ഞാൽ 478 താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ 432 മോസ്റ്റ് പ്രോബബ്ലി മോർണിംഗിലുള്ള ഒരു സ്വിങ് 432 എടുത്ത് മുകളിലോട്ട് പൊങ്ങിപ്പോയേക്കാം. അല്ലെങ്കിൽ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ CPRൻ്റെ മുകളിൽ നോട്രേറ്റ് സോണിൻ്റെ മുകളിലാണ് ഓപ്പണിംഗ് വരുന്നതിൽ ഇവിടെ 20,625 ടച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഒരു വലിയൊരു റേഞ്ചിലേക്കുള്ള ഒരു ട്രേഡ് ഇവിടെ കാണുന്നില്ല. കൂടുതൽ സാധ്യതയും മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരാൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നാളെ ഫർദർ താഴോട്ടിറങ്ങി വരികയാണെങ്കിൽ അതിനനുസരിച്ച് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്ന രീതിയിൽ മാർക്കറ്റിന് ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകാനേ സാധിക്കുള്ളൂ. കൃത്യമായ വലിയൊരു ടാർഗറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ ട്രേഡ് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നാളത്തെ മാർക്കറ്റ് നമ്മൾ നാളെ തന്നെ നോക്കിക്കണ്ടറിയാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയാണ് ഉള്ളത്. പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.